അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഒരു ബി ജെ പിയെ കുറിച്ച് വലിയ ആരോപണങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. യു പിയിലെ അയോധ്യയിലെ വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അവിടെ വളരെ കൃത്യമായ ചില നടപടികൾ എടുത്തുകൊണ്ട് യോഗി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് കൂടി പറയേണ്ടതുണ്ട്. അല്ല, ഞാൻ ഇവിടെ സംഭവിച്ച കാര്യത്തെ പറ്റി പറയാം. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഈ കേസ് തന്നെ മൊത്തം എല്ലാ പ്രതികളും വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ആ തന്ത്രി കേസിലെ ജാമ്യം കൊടുത്ത കോടതി ഇതാ പറഞ്ഞത്, ദി കോർട്ട് അക്സെപ്റ്റഡ് ദ ഡിഫൻസ് ആർഗ്യുമെന്റ് ദാറ്റ് ദി തന്ത്രീസ് റെസ്പോൺസിബിലിറ്റീസ് ആർ സ്ട്രിക്ട്ലി കൺഫൈൻഡ് ടു റിലീജിയസ് ആൻഡ് റിച്വലിസ്റ്റിക് ഡ്യൂട്ടീസ്. Nothing there was no direct prima facie evidence linking him to gold theft itself. അപ്പോൾ ഈ തന്ത്രിക്ക് സംബന്ധിച്ചിടത്തോളം അവിടത്തെ ആചാരങ്ങളിലും അവിടുത്തെ മതപരമായ ചടങ്ങുകളിലും മാത്രം അധികാരമുള്ള ഒരു വ്യക്തി, ഭരണപരമായ കാര്യത്തിൽ ഒരു അധികാരവും ഇല്ലാത്ത വ്യക്തി, അദ്ദേഹത്തിന് അവിടത്തെ ഭരണപരമായ ഒരു തീരുമാനമാണ്, ഇത് ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചാണ് ഈ പാളികളൊക്കെ മാറ്റാൻ. ആ യോഗത്തിന് തന്ത്രി പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കാൻ പാടുമില്ല, ഒപ്പിട്ടിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളെ ബന്ധപ്പെടുത്താൻ പ്രഥമ ദൃഷ്ട്യാ പോലും ഒരു തെളിവുമില്ല എന്ന് കോടതി പറഞ്ഞു. ഇതിനെതിരെ കേരള ഹൈക്കോടതിയിൽ പോയപ്പോൾ കേരള ഹൈക്കോടതി സീക്കിംഗ് ദി ക്യാൻസലേഷൻ ഓഫ് ബെയിൽ. ഹൗവർ ദി ഹൈക്കോർട്ട് ഡിക്ലൈൻ ടു ക്യാൻസൽ ദി ബെയിൽ. ഇപ്പൊ ജാമ്യം ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. പിന്നെ മറ്റേ വിഷയം, അതായത് പ്രൈമാ ഫേസി കേസില്ല എന്ന താഴെ കോടതിയുടെ കണ്ടെത്തൽ, ആ കണ്ടെത്തലിൽ ഇപ്പോൾ ഹൈക്കോടതി വാദം കേട്ട് തീരുമാനിക്കണം. ഇവിടെ ഒരു പ്രശ്നം എന്താണ്? 13ാം പ്രതിയാണ് ഈ തന്ത്രി ഈ കേസിൽ. ഇപ്പോ 1 മുതൽ 13 വരെ പ്രതികൾ ഗൂഢാലോചന നടത്തി ഈ സ്വർണം തട്ടിയെടുത്തു എന്നാണ് കേസ് എന്ന് കൂട്ടുക. അപ്പോഴാണ് ആ കേസിലെ പ്രധാന പ്രതി, അതായത് ക്ഷേത്ര തന്ത്രി 13ാം പ്രതിക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവും ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഈ താഴെ കോടതിയുടെ വിധി, ഈ പരാമർശം കേരള ഹൈക്കോടതി അംഗീകരിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ കേസ് മുഴുവൻ പോകും, എല്ലാവരും വിട്ടുപോകും. കാരണം ഗൂഢാലോചന എന്ന കേസ് പൊളിയും, ഗൂഢാലോചന വാദം പൊളിയും. കാരണം ഗൂഢാലോചനയിലെ പ്രധാന പ്രതി എന്ന് SIT പറയുന്ന 13ാം പ്രതിയായ തന്ത്രിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് വന്നാൽ ഗൂഢാലോചന തന്നെ പൊളിയുവാനുള്ള സാധ്യതയുണ്ട്. 100% ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, 100% ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗൂഢാലോചന വാദം തന്നെ പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് തൊണ്ടി മുതലിന്റെ പ്രശ്നം. ഒരു തരി സ്വർണം പോലും തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ തൊണ്ടി മുതൽ കണ്ടെത്താത്ത ഒരു സാഹചര്യം, എത്ര മാസമായി അന്വേഷണം, എത്ര മാസമായി ഒന്നും കണ്ടെത്താത്തൊരു സാഹചര്യം. 2, ഇവിടെ പ്രധാന പ്രതി എന്ന് ഇവരെ ആരോപിച്ച വ്യക്തിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കില്ല എന്ന് താഴെ കോടതിയുടെ പരാമർശം. ഇതെങ്ങാനും കേരള ഹൈക്കോടതി ശരിവെച്ചാൽ ഈ കേസ് പോയി. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണോ അയോധ്യയിലുള്ളത്? അവിടെ പരാതി വന്ന പാട് പോലീസിന് പരാതി കിട്ടി, പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് നടക്കുന്നു, തൊണ്ടി മുതൽ 80 ലക്ഷം രൂപ പിടിച്ചെടുക്കുന്നു, ബാക്കി പൈസക്കുള്ള തെരച്ചിൽ നടക്കുന്നു. അവിടെ 80 ലക്ഷം രൂപ പ്രതികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കിയല്ലേ? അപ്പോ ഞാൻ എത്ര ദുർബലമാണ് ഇപ്പൊ ഈ ശബരിമല കേസിന്റെ പോക്ക് എങ്ങോട്ടാണ്? പൂർണ്ണമായും എല്ലാ പ്രതികളെയും വെറുതെ വിടാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോ എന്തിനാണ് തന്ത്രിയെ പ്രതിയാക്കിയത്? തന്ത്രിയെ പ്രതിയാക്കിയത് ഈ കേസ് പൊളിക്കാനാണ്. ഈ കേസ് പൊളിയും. തന്ത്രിയെ പ്രതിയാക്കിയാൽ ഈ കേസ് പൊളിയും. കാരണം തന്ത്രിക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഭരണപരമായ കാര്യത്തിൽ അധികാരമില്ല, അദ്ദേഹം ബോർഡ് മീറ്റിംഗ് പങ്കെടുക്കില്ല, അയാൾ ഒപ്പിട്ടിട്ടില്ല. മതപരമായ ചടങ്ങുകളിൽ മാത്രം നിശ്ചയിക്കാനുള്ള അധികാരമുള്ള വ്യക്തിയെ അനാവശ്യമായ ഇതിൽ വലിച്ചഴച്ച് ഈ കേസ് തകർക്കാനാണ് ഇപ്പൊ നടക്കുന്ന ശ്രമം. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നാളെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം തന്ത്രിക്കെതിരെ ഉള്ള കേസിൽ ജാമ്യം അനുവദിച്ച് വിജിലൻസ് കോടതി നടത്തിയ പരാമർശം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദാക്കാത്തടത്തോളം കാലം ഈ കേസിന്റെ കുറ്റപത്രം ഫയൽ ചെയ്യാൻ സാധ്യമല്ലാത്ത വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.